അമൽ, ഏതായാലും അടി തീർന്നിട്ടില്ല കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിന് ഒപ്പം തന്നെ KPCCക്ക് പരാതി നൽകിയിരിക്കുന്നു അല്ലേ? മനു, തീർച്ചയായും ഈ കൊച്ചി മേയർ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഭിന്നത അത് രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിനും ഒപ്പം തന്നെ KPCCക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിലേക്ക് KPCCയുടെ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നതാണ് ആദ്യത്തെ കാര്യം. അതായത് അവിടെ സീനിയോറിറ്റി നോക്കിയിട്ടില്ല. ഈ KPCCയുടെ മാനദണ്ഡ പ്രകാരം ഈ സീനിയോറിറ്റി നോക്കി അവിടെ കൊച്ചി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണം. അത്തരം കാര്യം അവിടെ നടന്നിട്ടില്ല. KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിനെ അവിടെ തഴഞ്ഞു എന്നാണ് ദീപ്തി മേരി വർഗീസ് നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, രഹസ്യ ബാലറ്റിലൂടെയാണ് ഇത്തരത്തിൽ ഈ ഒരു കൊച്ചി മേയറെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ അത്തരം കാര്യം അവിടെ നടന്നിട്ടില്ല. രഹസ്യ ബാലറ്റിലൂടെയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പിനപ്പുറത്തേക്ക് എല്ലാവരുടെയും താല്പര്യപ്രകാരം ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. എന്നാൽ അത്തരമൊരു കാര്യം അവിടെ നടന്നിട്ടില്ല. അതിനാൽ തന്നെ AI ഗ്രൂപ്പിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ ഒരു കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് ദീപ്തി മേരി വർഗീസ് സൂചിപ്പിക്കുന്നു. ഏറ്റവും അവസാനത്തെ, അതായത് 3ാമത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്, ഇവിടെ ഈ ഒരു കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ അത് ഇടപെടാൻ വേണ്ടി ഒരു നിരീക്ഷകനെ അവിടെ KPCC നിയോഗിക്കണമായിരുന്നു. അത്തരത്തിലൊരു നിരീക്ഷകനും അവിടെ ഉണ്ടായിട്ടില്ല എന്നും ദീപ്തി മേരി വർഗീസ് പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ 3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡിനും ഒപ്പം തന്നെ KPCCക്കും നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനവും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ്. അജയ് തറയിൽ ഒപ്പം തന്നെ മാത്യു കുഴൽനാടൻ പോലുള്ളവർ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നിലവിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ആ പവർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ദീപ്തി മേരി വർഗീസ്. എല്ലാവർക്കും അറിയാം അമലാത്, ആ പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് VD സതീശനാണ് എന്ന ആക്ഷേപമാണ്, അല്ലെങ്കിൽ ഈ പരാതികളൊക്കെ VD സതീശന് നേർക്കാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ ദീപ്തി മേരി വർഗീസ് അത് പറയാതെ പറഞ്ഞു വെച്ചതാണ്. പ്രതിപക്ഷ നേതാവിനാണ് ഈ ജില്ലയുടെ ചാർജ്, പ്രതിപക്ഷ നേതാവാണ് എന്നോട് ലീഡ് ചെയ്യാൻ പറഞ്ഞത്, അപ്പോൾ എന്നെ ഒഴിവാക്കിയതിന്റെ മറുപടിയും പ്രതിപക്ഷ നേതാവ് തന്നെ പറയട്ടെ എന്ന് ദീപ്തി മേരി വർഗീസ് ഇന്നലെ അവരുടെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് പറഞ്ഞതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എല്ലാ ആക്ഷേപങ്ങളും എത്തി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നേർക്ക് തന്നെയാണ് കൊച്ചിയിലെ മേയർ കളികളിൽ എന്ന് വേണം മനസ്സിലാക്കാൻ.